ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് കുബൂസിൻ്റെ കൂടെ ചപ്പാത്തി, പൂരി എന്നിവയോടൊപ്പം കറി പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹുമ്മൂസ് പോലെയുള്ള ഒരു വിഭവമാണ് മുത്തബ്ബൽ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. നമുക്ക് മുത്തപ്പിൽ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു എഗ് പ്ലാന്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഏകദേശം ഒരു 200 ഗ്രാമോളം വെയിറ്റ് വരുന്ന ഒരു എഗ് പ്ലാന്റ് ആണ്, വഴുതന. അപ്പോൾ ഞാൻ ഇതെന്ത് ചെയ്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് എന്ത് ചെയ്യണം, ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതിന് നമുക്കൊന്ന് കുത്തിട്ട് കൊടുക്കണം. ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉള്ളിലൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. ഇത് കുത്തിട്ടെടുക്കുക തന്നെ നിങ്ങൾ ചെയ്യണം, വരനിടാൻ പാടില്ല. കാരണം ചുട്ടെടുക്കുന്ന സമയത്ത് വര ഇടുകയാണെങ്കിൽ ഇത് മൊത്തം സ്പ്രെഡായി പോവും. അപ്പം നമുക്ക് മൊത്തം ഉള്ളിലൊക്കെ കരിയൊക്കെ വരും. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എടുക്കുന്ന സമയത്ത് കരിയൊന്നും കിട്ടാണ്ട് എളുപ്പത്തിൽ നമുക്ക് കിട്ടും. കുറച്ച് കട്ടിയുള്ളത് തന്നെയാണ്, നിങ്ങൾ കുറച്ച് ആയത്തിൽ തന്നെ ഞാൻ എല്ലാ ഭാഗവും ഇതേപോലെ കുത്തിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ചുട്ടെടുക്കാൻ വേണ്ടി ഇതേപോലെ ഒരു നെറ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നമ്മൾ ചുട്ടെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞിട്ട് നമുക്ക് ഉള്ളു വേവാതെയാണ് കിട്ടുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്തിട്ട് കിട്ടും. നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സൈഡ് ചൂടാകുന്നതനുസരിച്ച് നമുക്ക് തിരിച്ച് ഇട്ട് കൊടുക്കാം. ഇതാ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ചായി വരുന്നുണ്ട്. അങ്ങനെ ഇതാ ഒരു സൈഡ് നന്നായിട്ട് തന്നെ വെന്ത് വരുന്നുണ്ട്, കണ്ട. അപ്പം നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ച് ഇടും പകുതി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എഗ് പ്ലാന്റ് ഫുള്ള് നല്ലതുപോലെ ഇതാ ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് ചൂട് പോട്ടെ. ഈ ഒരു ചൂടിൽ തന്നെ വേണം നമുക്കിത് മാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് കട്ട പെട്ടെന്ന് കിട്ടിപ്പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമുക്കിത് എന്ത് ചെയ്യണം, തൊലി കളഞ്ഞെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു അറ്റം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കട്ടെ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഇത് ഇളക്കി കിട്ടും, കരിയൊന്നും പിടിക്കാണ്ട് തന്നെ. കണ്ടില്ലേ? നമുക്കിതിൻ്റെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവമെല്ലാം നമുക്കിതെടുക്കണം. കണ്ടില്ലേ? ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
കൊടുക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് മൊത്തം തോലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലൊന്നും നിങ്ങൾ ഇട്ടിട്ട് മാഷ് ചെയ്യാൻ പാടില്ല. മാഷിങ് സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ച് നന്നായിട്ട് ഇത് മാഷ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ കട്ടൊന്നും കെട്ടാതെ അങ്ങനൊന്നും കെട്ടൊന്നും കെട്ടാതെ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തഹിന പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ തഹിന ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഞാൻ ഹമ്മൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്തിരുന്നു. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാം. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 1/2 കപ്പ് തൈര്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുത്തബ്ബൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.